പ്ലാസ്റ്റിക് കവറാണ് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എലിയും പല്ലിയും പാറ്റയും ഉറുമ്പിനെ എല്ലാത്തിനും ഒന്നിച്ച് തുരത്താൻ പറ്റുന്ന മുള്ളൻ ടിപ്പുകളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമുക്ക് അതിനായിട്ട് വേണ്ടത് കുറച്ച് ചുമന്നുള്ളി, അതേപോലെ വെളുത്തുള്ളി, പച്ചമുളക് ഇതിനകത്ത് വെച്ചൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് തോണ്ട 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഫസ്റ്റ് ചതച്ചെടുക്കുന്നത്. അതേപോലെ വെളുത്തുള്ളി ഒരു 10-15 വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് ഇടുമ്പോഴത്തേന് പെട്ടെന്ന് അതിൻ്റെ ചാറ് നമുക്ക് ഇറങ്ങിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൊലി കളഞ്ഞിട്ട് ചതച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറാണ് വേണ്ടത്. കാരണം ടിഷ്യൂ പേപ്പറിനകത്ത് ഇത് വെച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ഈർപ്പം, അതിനൊരു ഈർപ്പം പിടിച്ചിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ അതങ്ങ് ചീത്തയായി പോകും. അപ്പോൾ ഇതാകുമ്പോൾ പ്ലാസ്റ്റിക് കവറല്ല. അപ്പോൾ 2-3 ദിവസത്തേക്കൊക്കെ ഈ ഒരു സ്മെല്ല് അതിനകത്തോട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചതച്ചതെല്ലാം നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. അപ്പോൾ അതിൻ്റെ ആ വെളുത്തുള്ളി ഓരോന്നായിട്ട് ചതയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലൊന്ന് ചതഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഓരോന്നിട്ട് ചതയ്ക്കുന്നത്. ആ ചുമന്നുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും. വെളുത്തുള്ളി ഞാനൊരു 10-15 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയും തൊലി കളഞ്ഞിട്ടാണ് ചതയ്ക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. സാധാരണ നമ്മളിത് വെച്ചൊരു സൊല്യൂഷനാണ് റെഡിയാക്കുന്നത്. ഇതിപ്പോൾ അതല്ല. ഇതിപ്പോൾ നമുക്ക് ചതച്ച വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു സാധനം നമുക്ക് പാത്രത്തിനകത്തോട്ട് മാറ്റാം. അപ്പോൾ അതെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മെല്ല് ഭയങ്കര ഒരു സ്മെല്ലാണ്. കാരണം ഇതെല്ലാം ചതച്ചെടുക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു സ്മെല്ലാണ്. അപ്പോൾ ആ സ്മെല്ലടിച്ചിട്ട് തന്നെ നമുക്ക് ചിലന്തിയും പല്ലിയും പാറ്റയും ഒന്നും തന്നെ കിച്ചണിൽ കാണത്തില്ല കേട്ടോ. അതെല്ലാം പോവും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ചതയാത്തതൊക്കെ എടുത്തൊന്ന് മാറ്റിയിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഈ സാധനം നമുക്ക് എവിടെയൊക്കെയാണോ പല്ലി പാറ്റ ശല്യ ആ ഭാഗത്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ഒരു കിഴിയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതേപോലെ മുറ്റത്താണേലും എലി വരുന്ന സ്ഥലത്തൊക്കെ വേണമെങ്കിൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ ആ ഒരു കിഴി നമുക്ക് കെട്ടി തൂക്കിയിട്ടാൽ മതി. അത് വരുന്ന സ്ഥലത്ത് അതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് നമുക്ക് ഇഴജന്തുക്കളൊന്നും വരില്ല കേട്ടോ. അപ്പം പാത്രത്തിനകത്തെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ കവറൊന്ന് വെട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 പീസാക്കിയാണ് എടുക്കുന്നത്. നമുക്ക് 3 പീസിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഇത്രയും ചതച്ചത് ഒരു 3 പീസ് കിഴിക്കകത്ത് വെക്കാവുന്നതേ ഉള്ളൂ. അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. 3 പീസാക്കി എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത് നമുക്ക് കബോർഡിനകത്താണേലും വെച്ച് കൊടുക്കാം. നമ്മുടെ കബോർഡിനകത്താണേലും കിച്ചണിലാണേലും അതേപോലെ എവിടെ ആണെങ്കിലും വെച്ച് കൊടുക്കാം. ഒട്ടും ആ ഒരു സ്മെല്ല് പുറത്ത് വരാതിരിക്കില്ല. കാരണം നമ്മൾ അതിനകത്ത് ഹോളിട്ട് കൊടുക്കാം. നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി ഇതേപോലെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് മുട്ടുസൂചി വെച്ചിട്ട് മുട്ടുപിന്ന് വെച്ചിട്ടോ അല്ല നമുക്ക് ആ മുകൾ ഭാഗത്ത് ഒരുപാട് ഹോളിട്ട് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ആ ഒരു സ്മെല്ല് പുറത്തോട്ട് അടിക്കുന്നത് മാത്രമല്ല, ഇങ്ങനെ വെക്കുമ്പോഴത്തേനും ഒരു 3 ദിവസമൊക്കെ നമുക്ക് ആ ഒരു സ്മെല്ല് നിൽക്കും കേട്ടോ. നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ ആ ഭാഗത്തോട്ട് ഈ ഒരു സാധനമൊന്നും വരില്ല. ചിലന്തി ആണെങ്കിലും അതേപോലെ പല്ലിപ്പാറ്റ ഒന്നും തന്നെ വരില്ല. ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ആ ഒരു സ്മെല്ല് പുറത്തോട്ട് വരും. ഒരു വെള്ളം തിളപ്പിച്ചൊരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് ഒഴിക്കാവുന്നതാണ്. അത് നല്ലതാണ്. ഇനി നമുക്ക് ഇതേപോലെ ജനലിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഒന്ന് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കബോർഡിനകത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ എത്രമാത്രം ശല്യമുണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടിയിട്ട് നമുക്ക് ഇതേപോലെ എല്ലാ ഭാഗത്തും വെച്ച് കൊടുക്കാം. മുറ്റത്ത് വെച്ച് കൊടുക്കാം കേട്ടോ.